എല്ലാ പേർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്നൊരു പനീർ മസാലക്കറി ഉണ്ടാക്കിയാലോ? അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 100 ഗ്രാം പനീറൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ കൂടെ ഗ്രീൻ പീസ് ഇല്ലേ, അതും കൂടി ഇട്ടാണ് കറി വയ്ക്കുന്നത്. അപ്പോൾ ഗ്രീൻ പീസ് ഞാൻ വെള്ളത്തിലൊക്കെ ഇട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ രാവിലെ തന്നെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരിക്കുവാണ്. അപ്പോൾ നമുക്ക് വൈകിട്ട് ചപ്പാത്തിക്ക് കറി ഉണ്ടാക്കാമല്ലോ എന്ന് ഓർത്ത് ഞാൻ രാവിലെ എടുത്ത് വെള്ളത്തിലിട്ടാണ് നന്നായിട്ട് കുതിർന്നിരിപ്പുണ്ടത്. ഇനി നമുക്ക് ഈ ഗ്രീൻ പീസൊക്കെ ഒരു കുക്കറിലിട്ടിട്ട് നമുക്കിതൊന്ന് വേവിക്കാനായിട്ട് വെക്കണം. നല്ലതുപോലെ കഴുകിയെടുത്തതിന് ശേഷം ഞാൻ കുക്കറിലിട്ട് കൊടുത്തു. ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചിട്ട് അടുപ്പത്തേക്ക് വെച്ചു. ഗ്യാസിൻ്റെ ഫ്ലെയിമൊക്കെ ഒന്ന് ഓണാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി അതവിടെ നിന്ന് വേകട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഈ പനീറൊക്കെ ഒന്ന് മുറിച്ച് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. ഇതുപോലെ ഒന്ന് മുറിച്ചതിന് ശേഷം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. ഇതുപോലെ അങ്ങ് മുറിച്ചെടുത്താൽ മതി. ഇതെല്ലാം നമുക്ക് ഇതുപോലെ മുറിച്ചെടുത്ത് വയ്ക്കാം. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ട് സബോള, പച്ചമുളക്, വെളുത്തുള്ളി ഞാനെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ സബോളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. ഇതുപോലെ ഒന്ന് കൊത്തി അരിഞ്ഞെടുത്താൽ മതി. കൊത്തി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ അങ്ങ് അരിഞ്ഞിട്ട് വെളുത്തുള്ളിയൊക്കെ കുറച്ച് മതി കേട്ടോ, ഒരുപാട് വേണ്ട. ഇഞ്ചിയും ഒക്കെ കുറച്ച് മതി. ഇനി നമുക്ക് ആ സവാള കൂടി ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കണം. അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാനൊക്കെ ഒന്ന് അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അതിനകത്തേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇത് വേറെ സൺഫ്ലവർ ഓയിലിൽ ഉണ്ടാക്കിയാലും മതി. ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. ഞാൻ പക്ഷേ വെളിച്ചെണ്ണയ്ക്കകത്താണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇനി ആ വെളിച്ചെണ്ണയ്ക്കകത്ത് ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിൻ്റെ പച്ചമണം ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ അത് ഒരു പച്ചമണമായിരിക്കും. ആ വെളിച്ചെണ്ണയ്ക്ക് തന്നെയാണ് ഞാൻ പെരുംജീരകവും വറ്റൽമുളകും ഇട്ട് കൊടുത്തു. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അതിന് ശേഷം ഇളക്കി കൊടുത്തിട്ട് നമുക്ക് അതിനകത്തേക്ക് വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി ഇട്ട് കൊടുത്തു. അതൊന്ന് പച്ചമണം മാറുന്നിടം വരെ ഒന്ന് ഇളക്കുക. അതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് സബോള കൂടി ഇട്ട് കൊടുക്കാം. സബോളയും കൂടി ഇട്ടതിന് ശേഷം നല്ലതുപോലൊന്ന് വഴറ്റി കൊടുക്കുക, ഒന്ന് ഇളക്കി കൊടുക്കുക. ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുക്കറിൽ അവിടെ ഇരുന്ന് ഗ്രീൻ പീസ് വേകുന്നുണ്ട്. അതവിടെ ഇരുന്ന് വേകട്ടെ. ഇതുപോലെ ഇളക്കി കൊടുത്തിട്ട് ഒന്ന് വാടി വരണം. ഒന്ന് ഒരുപാടങ്ങ് മൂത്ത് പോകണ്ട. ഇനി അതിനകത്തേക്ക് ഞാനൊരു കഷ്ണം ഗ്രാമ്പൂ, ഒരു കറുവാപ്പട്ട മുറിച്ചതും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് നല്ലതുപോലെ ഇളക്കി നമ്മുടെ ഗ്രീൻ പീസൊക്കെ തുറന്ന് നോക്കി വെന്തിരിപ്പുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് മസാല ഇടാം. ഞാൻ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുവാണ്. എന്നിട്ട് ഞാൻ ഗ്യാസിൻ്റെ ഫ്ലെയിം അങ്ങ് ഓഫാക്കിയിട്ട് ഞാൻ ബാക്കിയുള്ള പൊടികൾ ഇടുന്നത്. ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തു. ഇനി അതിനകത്തേക്ക് ഞാൻ 1 ടീസ്പൂൺ ഗരം മസാല കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഇളക്കിയതിന് ശേഷം നമ്മുടെ ഗ്രീൻ പീസ് ഇല്ലേ, ഗ്രീൻ പീസിൻ്റെ ആ വെള്ളവും ഗ്രീൻ പീസും കൂടെ ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. വെള്ളം ഇല്ലായിരുന്നു, കുറച്ചേ ഉള്ളായിരുന്നു. ഇനി ഞാൻ ആ കുക്കറിൽ തന്നെ ഒരു ശകലം വെള്ളവും കൂടെ എടുത്തിട്ട് അതും കൂടെ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് ഇതിനകത്ത് ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടറും കൂടെ ചേർത്താലും നല്ലതാണ് കേട്ടോ. ഞാൻ ഉപ്പ് കുറവായിരുന്നു, ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഇനി നമ്മൾ ആ വറുത്തെടുത്ത് വെച്ച് പനീറില്ലേ, അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനിവിടെ തേങ്ങയുടെ ഒരു ഒന്നാം പാലെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആ പാലും കൂടെ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. പാലൊഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല കട്ടിപ്പാലാണ് ഒഴിച്ചു കൊടുത്തു. ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ ഗ്യാസിൻ്റെ ഫ്ലെയിമൊക്കെ അങ്ങ് ഓഫ് ചെയ്തു. തേങ്ങാപ്പാലല്ലേ, അതുകൊണ്ട് ചിലപ്പോൾ പിരിഞ്ഞു പോകും. അതിന് ശേഷം ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു. ഇനി ഞാൻ കറിയൊക്കെ ഒന്ന് ഓഫ് ചെയ്തിട്ട് ഒരു ബൗളിനകത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ ഇത് പനീറൊക്കെ വാങ്ങിക്കുമ്പോൾ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണേ. നല്ല ടേസ്റ്റാണ് ഈ കറിക്ക്. ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനും അപ്പത്തിൻ്റെ കൂടെ കഴിക്കാനും ഒക്കെ നല്ലതാണ്. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. ഓക്കെ, ബൈ.